ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോ, ആ സംഭവം ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞു. അതിൻ്റെ അലയലിങ്ങനെ അവിടെ സൈഡിൽ ചുറ്റിപ്പറ്റി പലരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഈ പുലികളാണ് എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. സിജോ വന്ന സമയത്ത് പറഞ്ഞു, ഞാൻ തീയായിട്ടല്ല വന്നിട്ടുള്ളത്, കാട്ടു തീയായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ആ കാട്ടുതീ പോയിട്ട് പകരം ഒരു ബീഡി കത്തിക്കാനുള്ള തീ പോലും സിജോയുടെ അടുത്ത് കാണാനില്ല. പിന്നെ നമ്മുടെ സായി കാറിനകത്തൊക്കെ ഇരുന്ന് വലിയ വീമ്പൊക്കെ പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കും, പോസിറ്റീവായിട്ട് ഗെയിം കളിക്കും, പറയേണ്ടടുത്ത് പറഞ്ഞ് ഗെയിം കളിക്കും എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ വട്ടപൂജ്യമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഗബ്രി ഇത്രയും പട്ടി ഷോ കാണിച്ച സമയത്ത് ആകെ ഗബ്രിയെ എതിർത്ത് നിന്ന് സംസാരിക്കാൻ അവിടെ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് അഭിഷേക് ജയദീപാണ്. അഭിഷേക് ജയദീപ് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ തന്നെ ഗബ്രിയെ പൊളിച്ചെടുക്കും, ഇനി അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പറഞ്ഞ വാക്ക് ഇതാണ്: ഗബ്രി ജാസ്മിൻ്റെ സാരി തുമ്പിൽ പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് നാളെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. ഗബ്രിയെ ഇനി കാണാൻ പോകുന്നത് ആ ഒരു വാക്ക് വെച്ചിട്ട് തന്നെയായിരിക്കും.